Dear students, ഈ വീഡിയോയിൽ നമ്മൾ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ. ഫസ്റ്റ് വി ഹാവ് ദ ഡെഫിനിഷൻ. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ നമ്പർ. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നമ്പറിലാണ് നമ്മൾ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. വി ഹാവ് ദ ഡെഫിനിഷൻ. Let f be a function defined on an open interval containing a with the possible exemption of a itself. Then the limit of f of x as x approaches a is the number L, that is written as limit x tends to a f of x equal to L. If f of x can be made as close to L as we please by taking x to be sufficiently close to a. That means ഒരു ഫംഗ്ഷൻ, we have a function f of x. f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. x ആണ് വേരിയബിൾ. സോ f of xന്റെ ലിമിറ്റ് അറ്റ് എ പോയിന്റ് എയിലാണ് നമ്മൾ കാണുന്നത്, സ്മോൾ എ. അപ്പോൾ എ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. f of x ഈ ഓപ്പൺ ഇൻ്റർവെൽ ഡിഫൈൻഡ് ആണ്, എക്സെപ്റ്റ് പോസിബിളി അറ്റ് എ എന്ന പോയിന്റിൽ അത് ഡിഫൈൻഡ് ആവുകയോ അല്ലാതിരിക്കുകയോ ചെയ്യാം. ബാക്കിയുള്ള എല്ലായിടത്തും എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആണ്. ദെൻ എക്സ് എന്ന നമ്പർ, എക്സ് എന്ന വേരിയബിൾ എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു, എക്സ് ടെൻസ് ടു എ. ദെൻ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ, എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഏത് പോയിന്റിലേക്കാണ്, ഏത് വാല്യൂവിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്, ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ അതിനെ നമ്മൾ എഴുതുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എൽ. ഇങ്ങനെ ഒരു നമ്പർ ക്യാപിറ്റൽ എൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്പറിനെ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയും. ഇനി വി ഹാവ് ആൻ എക്സാമ്പിൾ. ദി ഹെവി സൈഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയും. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് വി ഹാവ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് എച്ച് ഓഫ് ടി, ക്യാപിറ്റൽ എച്ച് ഓഫ് ടി ഈക്വൽ ടു 0 if t less than 0, 1 if t greater than or equal to 0. അതായത് സീറോയുടെ ലെഫ്റ്റ് സൈഡിൽ, സീറോ ഉണ്ടാവും. സീറോയുടെ ലെഫ്റ്റ് സൈഡിൽ ടി എന്ന് പറയുന്നത് സീറോയുടെ ലെഫ്റ്റ് സൈഡ്, അതായത് നെഗറ്റീവ് ആവുകയാണെങ്കിൽ അത് സീറോ ആണ്, അവിടെയെല്ലാം സീറോ ആണ്. റൈറ്റ് സൈഡിൽ സീറോ മുതൽ അങ്ങോട്ട് 1 ആണ്. അങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഗ്രാഫ് ഇതുപോലെ വരും. സീറോയുടെ ലെഫ്റ്റ് സൈഡിൽ ഇത് സീറോ ആണ്, റൈറ്റ് സൈഡിൽ 1 ആണ്, സീറോയിലും 1 ആണ്. സോ സീറോ എന്നുള്ള പോയിന്റിൽ അതിനൊരു it has a jump, the function has a jump from 0 to 1 at t equal to 0. ടിയുടെ വാല്യൂ 0 ആവുമ്പോൾ അത് സീറോയിൽ നിന്ന് 1ലേക്ക് ജമ്പ് ചെയ്യുന്നു. സോ സീറോയുടെ ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ അത് 0 ആണ്, റൈറ്റ് സൈഡിൽ 1 ആണ്. സോ സീറോയിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. സോ അതിന് എക്സ് ഈക്വൽ ടു 0യിൽ അതിന് ലിമിറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റും. ഫ്രം ദ ഗ്രാഫ് itself we can say that there does not have a limit h of t, the heaviside function h of t has no limit at t equal to 0, because for negative values of t, യുടെ നെഗറ്റീവ് വാല്യൂസിന് ഇറ്റ് ക്ലോസസ് ടു 0, സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അതുപോലെ പോസിറ്റീവ് വാല്യൂസിന് അത് 1 ആണ്, കംപ്ലീറ്റ് 1 ആണ്. അതുപോലെ സീറോയിലും അത് 1 ആണ്. സോ h of t as t tends to 0, h of t has no limit എന്ന് പറയും at t equal to 0. That is an example for a limit and that does not exist. Then we have another term, right hand limit of a function. അതിൻ്റെ definition. Let f be a function defined for all values of x close to but greater than a. Then the right hand limit of f of x as x approaches a is equal to capital L and it is written as limit x tends to a plus. ഇവിടെ എയുടെ കൂടെ ഒരു പ്ലസ് ഉണ്ട്, എ പ്ലസ്, അതായത് റൈറ്റ് സൈഡ് ആണ് എന്ന് കാണിക്കാം.
അതായത് റൈറ്റ് സൈഡ് മീൻസ് എ ആണെങ്കിൽ എയുടെ റൈറ്റ് സൈഡ് മീൻസ് ഗ്രേറ്റർ ദാൻ എ എന്നുള്ള കൺസെപ്റ്റ്. സോ if f of x can be made, the condition പറയുന്നുണ്ട് if f of x can be made as close to L as we please by taking x to be sufficiently close to but greater than a. That means ഒരു ഫംഗ്ഷൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എക്സ് ഈക്വൽ ടു എയിലുള്ള ലിമിറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ പറഞ്ഞു. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റൈറ്റ് സൈഡിൽ എ എന്നുള്ള പോയിന്റിൻ്റെ റൈറ്റ് സൈഡിൽ അതിനെ നമ്മൾ എ പ്ലസ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എന്ന് പറഞ്ഞാൽ എയുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ് ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് എക്സ് എന്ന് പറയുന്നത് എയുടെ എനേക്കാൾ വലിയ ഒരു വാല്യൂവിലേക്ക് വലിയ വാല്യൂവിൽ നിന്ന്, അതായത് എയുടെ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങോട്ട് പോകുന്നു, ഈക്വൽ ടു എൽ എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഇതുപോലെ തന്നെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ്, അതായത് എനേക്കാൾ ചെറിയ വാല്യൂസാണ് നമ്മൾ എടുക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ, അതായത് എനേക്കാൾ ചെറിയ വാല്യൂസ് ലെഫ്റ്റ് സൈഡിലൂടെയാണ് എക്സ് എനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ ലിമിറ്റിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എന്നാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. അങ്ങനെ ഒരു എൽ നമുക്ക്, അങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. സോ ടു ടൈപ്പ് ലിമിറ്റ്സ് ആർ ദെയർ, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും. ഇതിന് പറയുന്ന പേര്, അതായത് ഈ RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, അതുപോലെ LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ഇതിനെ ഓരോന്നിനെയും പറയുന്ന പേരാണ് വൺ സൈഡഡ് ലിമിറ്റ്സ്. വൺ സൈഡഡ് ലിമിറ്റ്സ്. ഇനി ഇതിനെ രണ്ടും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനെയും റൈറ്റ് ഹാൻഡ് ലിമിറ്റിനെയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ so we have two types of limits, left hand limit LHL എന്ന് വിളിക്കാം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് RHL. ഇതിനെ ഓരോന്നിനെയും പറയുന്ന പേരാണ് വൺ സൈഡഡ് ലിമിറ്റ്. അതായത് LHL എന്ന് പറയുന്നത് ഒരു വൺ സൈഡഡ് ലിമിറ്റ് ആണ്, RHL എന്ന് പറയുന്നതും ഒരു വൺ സൈഡഡ് ലിമിറ്റ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ, ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ടു സൈഡഡ് ലിമിറ്റ്. അതായത് എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിലുള്ള ആ ലിമിറ്റിനെ ടു സൈഡഡ് ലിമിറ്റ് എന്ന് പറയും. ദെൻ വി ഹാവ് an important result, relationship between one-sided and two-sided limit. ഇപ്പോൾ പറഞ്ഞ ഈ മൂന്ന് ലിമിറ്റുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. Let f be a function defined on an open interval containing a with the possible assumption of a itself. Then limit x tends to a f of x equal to L if and only if limit x tends to a minus f of x equal to limit x tends to a plus f of x equal to L. That is a very important result. നമ്മൾ രണ്ട് ടു സൈഡഡ് ലിമിറ്റ് പറഞ്ഞു, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും. അപ്പോൾ നമ്മുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ, എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എ എന്നുള്ള പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി, നിർബന്ധമായിട്ടുള്ള നെസസറി ആൻഡ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. അത് മാത്രമല്ല രണ്ടും ഈക്വൽ ആവുകയും വേണം. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഒരു പോയിന്റിലുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്സ് എക്സിസ്റ്റ് ചെയ്യും ആൻഡ് ദേ ആർ ഈക്വൽ ആയിരിക്കും. അതുപോലെ തിരിച്ചും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയും ഈക്വൽ ആവുകയും ചെയ്താൽ ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ടു സൈഡഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. നൗ വി ഹാവ് an example, that is another definition for limit, that is another type definition, that is the precise definition എന്ന് പറയും, അല്ലെങ്കിൽ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ എന്ന് പറയാറുണ്ട്. എപ്സിലോൺ ഡെൽറ്റ ഫോമിലുള്ള ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ അത് പറയുന്നത്, ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ
defined on an open interval containing a with the possible assumption of a itself. Then the limit of f of x as x approaches a is the number L written നേരത്തെ പറഞ്ഞ പോലെ തന്നെ limit x tends to f of x equal to L. ഇനി അത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. If for every epsilon greater than 0 we can find a number delta greater than 0 such that 0 less than mod x minus a less than delta implies that mod f of x minus L less than epsilon. ഇതിനെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് L ആവണമെങ്കിൽ ഫോർ എവരി പോസിറ്റീവ് നമ്പർ നമ്മൾ അതിനെ എപ്സിലോൺ എന്ന് റെപ്രസെന്റ് ചെയ്തു. there exists another positive number delta greater than 0 such that f of x ഉം L ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് f of x minus L ന്റെ മോഡുലസ്, അത് എപ്സിലോണിനേക്കാൾ ചെറുതാകുമ്പോൾ ചെറുതാകണം whenever അല്ലെങ്കിൽ if എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ, ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സോ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എപ്സിലോൺ ഡെൽറ്റ ഉണ്ടെങ്കിൽ, അതായത് ഒരു പോസിറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു ഡെൽറ്റ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് പറയാം ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സും എയും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് കണ്ടെത്താൻ നമുക്ക് പറ്റും. ദാറ്റ് മീൻസ് for a very epsilon greater than 0 there exists a positive number delta such that modulus of f of x minus L less than epsilon whenever mod x minus a less than delta. So അതാണ് ലിമിറ്റിന്റെ പ്രിസൈസ് ഡെഫിനിഷൻ അല്ലെങ്കിൽ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ. Now we have an example. f of x equal to sin x by x ആണ്. And use your calculator to complete the following table, and you have to check the continuity also. 0ൽ ഈ ഫംഗ്ഷൻ്റെ sin x by x ന്റെ കണ്ടിന്യൂറ്റി അല്ല ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് sin 1/1 sin 0.5/0.5 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ കിട്ടും, വാല്യൂ കിട്ടും. ദെൻ ആ വാല്യൂ നമ്മൾ നോക്കിയാൽ അതിൽ നെഗറ്റീവ് വാല്യൂസ്, നെഗറ്റീവ് 1 ആണെങ്കിൽ 0.8414 എക്സെട്ര വാല്യൂ, നെഗറ്റീവ് 0.5 ആണെങ്കിൽ 0.95 ആ വാല്യൂ കിട്ടും. ദെൻ 0.1ൽ -0.1ൽ 0.99, അങ്ങനെ 0യിലേക്ക് അടുക്കും തോറും, നെഗറ്റീവ് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ദെൻ 0യിലേക്ക് അടുക്കും തോറും അതിൻ്റെ വാല്യൂ ഇങ്ങനെ 1നോട് അടുത്ത് വരുന്നതായി കാണാം. ദാറ്റ് ഈസ് നമ്മളതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ 0യിലേക്ക് അടുക്കും തോറും അത് ഒരു പർട്ടിക്കുലർ വാല്യൂ മുതൽ 1ലേക്ക് ഇങ്ങനെ അടുത്തടുത്തായി വരുന്നത് കാണാം. ദെൻ അതുപോലെ തന്നെ പോസിറ്റീവ് വാല്യൂസ് നമ്മൾ 1 എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് വാല്യൂ കിട്ടും 0.5 സെക്കൻഡ് വാല്യൂ, അതായത് നമ്മൾ താഴെ നിന്ന് തുടങ്ങിയാൽ 0.001 അതിൽ 0.99 എക്സെട്ര, അതുപോലെ 0.005 ദെൻ അങ്ങനെ വാല്യൂ കിട്ടും. ദാറ്റ് മീൻസ് റൈറ്റ് സൈഡിൽ, അതായത് പോസിറ്റീവ് നമ്പേഴ്സിന് നമുക്ക് കാണാൻ പറ്റും 1 ആകുമ്പോൾ 0.84, 0.5 ആകുമ്പോൾ 0.95, 0.1 ആകുമ്പോൾ 0.99, അതായത് 0യിലേക്ക് വരും തോറും, അത് 1ൽ നിന്ന് 0യിലേക്ക് വരും തോറും 1 എന്നുള്ളത് ഇവിടെയാണെങ്കിൽ നമ്മൾ -1 1ൽ നിന്ന് തുടങ്ങി 0യിലേക്ക് അടുക്കും തോറും അത് അഗെയിൻ ഇവിടെയുള്ള 1 എന്നുള്ള വാല്യൂയിലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് കാണാം. നൗ ആൾസോ 0യിൽ നമുക്കറിയാം 0യിലുള്ള ലിമിറ്റാണ് നമുക്ക് കാണേണ്ടത്, അതായത് ലിമിറ്റ് x tends to 0 sin x by x കാണും. നോ അപ്പോൾ 0ന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞു, അതായത് LHL ആണ് 0 മൈനസ് f of x sin x by x. അത് നമ്മൾ പറഞ്ഞു എവിടേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്, 1ലേക്കാണ്.
റൈറ്റ് സൈഡിലാണെങ്കിലും സീറോയിലേക്ക് അടുക്കുമ്പോൾ അത് വണ്ണിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇനി അപ്പോൾ രണ്ട് 0 പ്ലസ്. ഓക്കെ, അപ്പോൾ രണ്ട് ലിമിറ്റും നമ്മൾ എഴുതി, LHLും RHL. സോ ബൈ പ്രീവിയസ് റിസൾട്ട് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് പറഞ്ഞിരുന്നു. നമുക്ക് എന്ത് പറയാം, LHLും RHLും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവ ഈക്വലും ആണ്. സോ ലിമിറ്റ് x ടെൻസ് ടു 0 f ഓഫ് x, അതായത് sin x ബൈ x ഈക്വൽ ടു 1 എന്ന് പറയും. ദാറ്റ് മീൻസ് സീറോയിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആയിരിക്കും. ലെഫ്റ്റ് സൈഡിൽ 1 ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1 ആണ്. സോ ആ പോയിന്റിലും ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് 1 ആയിരിക്കും. Certain laws of limits. First one, limit of a constant function f of x equal to c. ഒരു constant function limit. If c is a real number, then limit x tends to a, c equal to c. അതായത് f of x എന്ന് പറയുന്നത് c എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് x ടെൻസ് ടു a f of x എന്ന് പറയുന്നത് ലിമിറ്റ് x ടെൻസ് ടു a c എന്ന് എഴുതാം. അത് എന്തായിരിക്കും, ഇവിടെ c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അതൊരിക്കലും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ എക്സ് എങ്ങോട്ട് അപ്രോച്ച് ചെയ്താലും ആ വാല്യൂ എന്തായിരിക്കും, c തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. Now second one, limit of the identity function f of x equal to x. So limit x tends to a x aയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഫംഗ്ഷനും x തന്നെയാണ്. സോ അത് എയിലേക്ക് തന്നെ അപ്രോച്ച് ചെയ്യും. സോ ഐഡന്റിറ്റി ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഏത് ലിമിറ്റിലാണോ പോയിന്റ് എടുക്കുന്നത് അതേ പോയിന്റ് തന്നെ ആയിരിക്കും. ആൻഡ് തേർഡ് ലോ, ദാറ്റ് ഈസ് ദി സം ലോ ആണ്. ദാറ്റ് ഈസ് നമുക്ക് രണ്ട് ഫംഗ്ഷൻ്റെ ലിമിറ്റ്സ് തന്നിട്ടുണ്ട്. ലിമിറ്റ് x ടെൻസ് ടു a f of x ഈക്വൽ ടു L ആണ്. ലിമിറ്റ് x ടെൻസ് ടു a g of x ഈക്വൽ ടു m ആണ്. ദെൻ ലിമിറ്റ് x ടെൻസ് ടു a f of x പ്ലസ് ഓർ മൈനസ് g of x, അതായത് സമ്മ് അതുപോലെ ഡിഫറൻസ് അതെന്തായിരിക്കും, L പ്ലസ് ഓർ മൈനസ് m ആയിരിക്കും. അതായത് ഒരു രണ്ട് ഫങ്ഷൻസിൻ്റെ സമ്മിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് അതിലെ ഓരോ ലിമിറ്റും സെപ്പറേറ്റ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. അതായത് ലിമിറ്റ് x ടെൻസ് ടു a f of x പ്ലസ് g of x എന്ന് പറയുന്നത് ലിമിറ്റ് x ടെൻസ് ടു a f of x പ്ലസ് ലിമിറ്റ് x ടെൻസ് ടു a g of x ആയിരിക്കും. ഡിഫറൻസും അതുപോലെ തന്നെ. Now next we have product law. That is product law എന്ന് പറയുന്നത് പ്രോഡക്റ്റിൻ്റെ ലിമിറ്റാണ്. ലിമിറ്റ് x ടെൻസ് ടു a f of x ഇൻറ്റു g of x, അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും ലിമിറ്റ് കണ്ടിട്ട് പ്രൊഡക്റ്റ് ചെയ്യുക. ലിമിറ്റ് x ടെൻസ് ടു a f of x ഇൻറ്റു ലിമിറ്റ് x ടെൻസ് ടു a g of x, അതായത് L ഇൻറ്റു m എന്ന് വരും. ഫിഫ്ത്ത് വൺ, കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ലോ. അതായത് ഒരു ഫംഗ്ഷനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ലിമിറ്റ് എങ്ങനെ കാണും എന്നാണ് പറയുന്നത്. ലിമിറ്റ് x ടെൻസ് ടു a c ഇൻറ്റു f of x എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. c ഇൻറ്റു ലിമിറ്റ് x ടെൻസ് ടു a f of x, അതായത് c ഇൻറ്റു L ആയിരിക്കും ഫോർ എവറി കോൺസ്റ്റന്റ് c. സിക്സ്ത് ലോ കോഷ്യൻ ലോ ആണ്. ഒരു കോഷ്യന്റിൻ്റെ ലിമിറ്റ് x ടെൻസ് ടു a f of x ബൈ g of x എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ ലിമിറ്റ് ആണ്, ദെൻ ആ കോഷ്യൻ്റ് ആയിരിക്കും L ബൈ m. അതിലെ ഡിനോമിനേറ്റർ m നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, എന്നാൽ അത് എക്സിസ്റ്റ് ചെയ്യും. L ബൈ m എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യും. റൂട്ട് ലോ, ഒരു ഫംഗ്ഷൻ്റെ റൂട്ടിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും, ലിമിറ്റ് x ടെൻസ് ടു a nth റൂട്ട് ഓഫ് f of x ഈക്വൽ ടു എന്ത് കണ്ടാൽ മതി, f of x-ൻ്റെ ലിമിറ്റ് ആണ്, എന്നിട്ട് അതിൻ്റെ nth റൂട്ട് കാണാം, nth റൂട്ട് ഓഫ് L. ഇവിടെ L എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 പ്രൊവൈഡഡ് n ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. n എന്ന് പറയുന്നത് പോസിറ്റീവ് റൂട്ടാണ് നമ്മൾ കാണുന്നത്, പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അതുപോലെ L ഗ്രേറ്റർ ദാൻ 0 if n is even. So that is the root law. Then next eighth law എന്ന് പറയുന്നത്, if n is a positive integer and limit x tends to a f of x equal to capital L, അതായത് f of x ന്റെ ലിമിറ്റ് L ആണ്, then limit x tends to a f of x all raised to n. f of x all raised to n ന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, f of x ന്റെ ലിമിറ്റ് ആണ്, അതിൻ്റെ all raised to n, nth പവർ ആയിരിക്കും L raised to n.
അതുപോലെ ഇതിലൊരു പെർട്ടിക്കുലർ കേസാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് ഫംഗ്ഷൻ എങ്കിൽ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എ ആണ്. സോ എ റൈസ് ടു എൻ എന്ന് വരും. വേർ എൻ ഈസ് എ പോസിറ്റീവ് integer. ദാറ്റ് ഈസ് ദി 9th law. Then 10th one, പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ലിമിറ്റാണ്. ലിമിറ്റ്സ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻസ്. We have a polynomial function p of x equal to an x raised to n plus an minus 1 x raised to n minus 1 plus etc. plus a naught is a polynomial function. ഡിഗ്രി n ആയിട്ടുള്ള ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എ ആയിരിക്കും. അതായത് ഇതിൽ എ റൈസ് ടു എൻ എ എൻ എ റൈസ് ടു എൻ വരും പ്ലസ് എ എൻ മൈനസ് 1, അതായത് ലിമിറ്റ് കൊടുക്കുമ്പോൾ എ റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ നോട്ട്. ദിസ് ഈസ് പി ഓഫ് എ. എക്സിന് പകരം എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് പി ഓഫ് എക്സ് എന്ന പോളിനോമിയലിൻ്റെ എയിലുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് ആ പി ഓഫ് എ തന്നെ ആയിരിക്കും. എയിലുള്ള ആ പോളിനോമിയലിൻ്റെ ലിമിറ്റ് വാല്യൂ ആയിരിക്കും. അതാണ് പി ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ലിമിറ്റ് ഓഫ് റാഷണൽ ഫംഗ്ഷനാണ്. ഒരു റാഷണൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ്. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റാഷണൽ ഫോമിൽ വരിക. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് രണ്ടും, ന്യൂമറേറ്ററും പോളിനോമിയൽ ആയിരിക്കും, ഡിനോമിനേറ്ററും പോളിനോമിയൽ ആയിരിക്കും. ദാറ്റ് ഈസ് രണ്ട് പോളിനോമിയൽസിൻ്റെ ഫ്രാക്ഷനായിട്ട് വരുന്നത്. അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റാഷണൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് പറയുന്നത് if f is a rational function defined by f of x equal to p of x by q of x, where p of x and q of x are polynomial functions and q of a denominator ആയ പോളിനോമിയലിൻ്റെ വാല്യൂ നോൺ സീറോ ആയിരിക്കണം. then limit x tends to a f of a equal to f of x equal to f of a ആയിരിക്കും. അതായത് p of a by q of a. നമ്മൾ കോഷ്യൻ്റ് റൂൾ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അത് പി ഓഫ് എ എന്ന് കിട്ടും. നമ്മൾ പോളിനോമിയലിൻ്റെ ലിമിറ്റ്സിൽ നമ്മളത് ചെക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഡിനോമിനേറ്ററിലും ക്യൂ ഓഫ് എ വരും. ഇവിടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ക്യൂ ഓഫ് എ, അതായത് ഡിനോമിനേറ്ററിൽ വരുന്ന ആ ഫംഗ്ഷൻ്റെ എയിലുള്ള വാല്യൂ നോൺ സീറോ നമ്പർ ആയിരിക്കും, എന്നാലേ ഈ റേഷ്യോ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇതാണ് ലോസ് ഓഫ് ലിമിറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലോസ് ആണ്. ഇനി we have a important result, limits of trigonometric functions. trigonometric functionsൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. let a be a number in the domain of the given trigonometric function. 6 trigonometric functions ആണുള്ളത്. അതിൻ്റെ ഡൊമൈനിലുള്ള ഒരു നമ്പറാണ് എ. ആ എയിലുള്ള ലിമിറ്റാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എ ആയിരിക്കും. limit x tends to a cos x equal to cos a, limit x tends to a tan x equal to tan a, and limit x tends to a cot x equal to cot a, limit x tends to a sec x equal to sec a, and limit x tends to a cosec x equal to cosec a. ഡയറക്റ്റ് ആയിട്ട് എക്സിന് എ എന്നുള്ള നമ്പർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഇതാണ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ ലിമിറ്റ് നമ്മൾ പറയുന്നു. Another important result, suppose that f of x less than or equal to g of x. രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. അതിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സിനേക്കാൾ ചെറിയൊരു ഫങ്ഷനാണ്, അല്ലെങ്കിൽ ഈക്വലാണ്. ഫോർ ഓൾ എക്സ് ഓൺ എൻ ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് എ എക്സെപ്റ്റ് പോസിബിളി അറ്റ് എ, ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എൽ ആണ്. എ എന്നുള്ള പോയിന്റിൽ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എം ആണ്. അപ്പോൾ ഈ ഫങ്ഷൻസ് തമ്മിലുള്ള റിലേഷൻ എന്താണോ അത് തന്നെ അവയുടെ ലിമിറ്റ് തമ്മിൽ ഉണ്ടാകും. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ആയിരിക്കും. അതാണ് ഈ തിയറം പറയുന്നത്. So these are the definitions, laws and properties of and important results of a limit of a function. Thank you.